विलियम कहाँ से हैं आप? കേരള സർ 100% ലിറ്ററസി സാർ. ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. കാണാത്തവർ വളരെ ചുരുക്കമായിരിക്കും. പക്ഷെ കേരളത്തിൽ ജനിച്ചു വളർന്ന മലയാളി ആയിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഇച്ചിരി കുരു പൊട്ടും. കേരളത്തിൽ കിടന്നുകൊണ്ട് വടക്കന്മാരെ താങ്ങുന്നവന് ഇതൊക്കെ ഭയങ്കര സുഖമായിട്ട് തോന്നുമായിരിക്കും. പക്ഷെ ഞങ്ങൾക്കത് പറ്റത്തില്ല. ശരിയാ, ഈ നാറുകൾ പറഞ്ഞ പോലെ തന്നെയാണ്. ഞങ്ങൾക്ക് 100% എഴുത്തും വായനയും അറിയാവുന്ന ആളുകൾ തന്നെയാണ്. ഇതിന്റെയൊക്കെ സംസ്ഥാനത്തുള്ള എത്ര എണ്ണത്തിന് അറിയാം എഴുത്തും വായനയും. ഒരാൾ വോട്ട് ചെയ്യുക വോട്ട് ചെയ്യാതിരിക്കുക അതൊക്കെ അയാളുടെ സ്വന്തമായിട്ടുള്ള ഇഷ്ടമാണ്. പക്ഷെ ഞങ്ങൾ വോട്ട് ചെയ്യും. ഞങ്ങൾ ഒരിക്കലും ചാണകം തിന്നുന്നവർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചാണകമൂത്രം കുടിക്കുന്നവർക്ക് വേണ്ടിയിട്ടോ വോട്ട് ചെയ്യത്തില്ല. അത് എത്രയൊക്കെ കഴിഞ്ഞാലും കേരളത്തിൽ മലയാളികൾ അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ അപ്പൊ പറയും അതിനൊരു അപമാനമായിട്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലോ എന്ന്. അത് മലയാളികൾക്ക് സിനിമാ നടൻ എന്ന രീതിയിൽ സുരേഷ് ഗോപിയോട് തോന്നിയ ഒരു സ്നേഹം മാത്രമാണ്. ഇനി അത് ഉണ്ടാവത്തില്ല, ഒരിക്കലും ഉണ്ടാവത്തില്ല. പിന്നെ ആ വെള്ള ടീഷർട്ട് ഇട്ടുകൊണ്ട് കിണിച്ചോണ്ടിരുന്ന ഒരുത്തനുണ്ടല്ലോ, അവനെ എത്ര ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. അവന്റെ പേര് രൺവീർ അലഹബാദിയ. ഭയങ്കര വലിയ യൂട്യൂബറാണ്. യൂട്യൂബിൽ ഏകദേശം 10 മില്യണൊക്കെ ആൾക്കാർ ഫോളോവേഴ്സ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം 7 മില്യണോളം ആൾക്കാർ അവനെ ഫോളോ ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ മുമ്പ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ നരേന്ദ്രമോദിജി ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞിട്ട് ഒരു അവാർഡൊക്കെ ഈ പുള്ളിക്ക് കൊടുത്തായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ ഇവനെ ഒന്ന് എടുത്ത് എയറിക്കേറ്റ് വിട്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഒരു ഷെഫിനെ വിളിച്ചിരുത്തിക്കൊണ്ട് വന്നിട്ട് അവന്റെ ബിയർ ബൈസെപ്സോ അങ്ങനെ പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നല്ലോ. അതിനകത്ത് വന്നിരുന്നുകൊണ്ട് അവൻ മലപ്പുറത്തിനെ മിനി പാകിസ്ഥാൻ ആണെന്നും മലപ്പുറത്തിലേക്ക് അന്യമതസ്ഥരെ കയറ്റാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗ് അടിച്ച് വളരെ താങ്ങിക്കൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേ അറിയാമല്ലോ ഇനി ഇവന് പത്മശ്രീയും പത്മഭൂഷണും എല്ലാം കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അവസാനം അവന്റെ വീഡിയോ യൂട്യൂബ് തന്നെ റിമൂവ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വന്നു. നൂറുകണക്കിന് പരാതിയാണ് ഈ പരിപാടിക്കകത്ത് അവനൊരു പെൺകുട്ടിയോട് സ്വന്തം തന്തേനെയും തള്ളയെയും പറ്റി തന്തയില്ലായ്മ ചോദിച്ചത്. അതിന്റെ പേരിൽ അവന്റെ വീഡിയോ അടക്കം റിമൂവ് ചെയ്ത് അവൻ മാപ്പ് പറയേണ്ട അവസ്ഥ വന്നു. ഇനി കിട്ടാനുള്ളത് ബാക്കി കിടക്കുന്നതേ ഉള്ളൂ. അവന്റെ പേജിൽ കയറി നോക്കിയാൽ മലയാളികളോടെ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് മലയാളികളെ അറിയത്തില്ല. ഇതിനു മുമ്പും കേരളത്തെ കുറിച്ചും മലയാളികളെ കുറിച്ചും തന്തയില്ലായ്മ പറഞ്ഞിട്ടുള്ള എല്ലാവരെയും അടക്കം പൊങ്കാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവനെ പോലെയുള്ള ഈ നാറുകൾ കേൾക്കാനായിട്ട് കേരളത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ താഴെ ചേർത്ത് തരാം. ഒന്ന് കേട്ട് നോക്കടാ. One state with a surplus of oxygen amidst a mounting COVID crisis. And no points for guessing, that state is Kerala. Kerala has actually increased its oxygen availability by 58% over the last 1 year. So how is India's only oxygen surplus state managing the crisis? And why can't their model be followed by other states? State of India, Kerala. Kerala fight virus cases like Nipah, Zika. They have been quite efficient. India's southern tourist state of Kerala. Kerala is one state that has developed its health infrastructure really well. Nurse from Kerala. Kerala Sarkara. Today we are going to focus on Kerala. The Keralites or Malayalans function smoothly without the contribution of Malayali staff members. കേരളത്തിൽ കിടന്നുകൊണ്ട് നോർത്തിനെ താങ്ങുന്ന ചില ചാണക പുഴുക്കൾക്ക് മാത്രമേ ഇതൊന്നും കണ്ണി പിടിക്കാതിരിക്കത്തുള്ളൂ. കേരളമാണ് ഞങ്ങൾക്കെല്ലാം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. കേന്ദ്രം ഭരിക്കുന്നവന് കേരളം ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണെന്ന് പോലും കാണാനുള്ള മനസ്സില്ല. പക്ഷേ ഞങ്ങൾക്ക് കേരളമാണ് എല്ലാം. മലയാളിടാ.